രാവിലെ തന്നെ ഹോട്ടലിൻ്റെ റൂമിൽ ലോക്ക് ചെയ്ത് നേരെ ഇറങ്ങി. ഇന്ന് ലക്ഷ്യം വേറെയാണ്, അമ്പലങ്ങളല്ല, ആലംഗീർ മസ്ജിദ് കാണണം. രാവിലെ തന്നെ മഴ പണി തന്നു. ഉത്തരേന്ത്യ പൊതുവെ വൃത്തിഹീനമാണ് ചിലയിടങ്ങൾ. മഴയും കൂടെ പെയ്താൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്നാലും ഭക്ഷണശാലകളെല്ലാം വളരെ സജീവമായി തന്നെ രാവിലെ ഉണർന്നിട്ടുണ്ട്. വൃത്തിഹീനമായ അന്തരീക്ഷമാണെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ രാവിലെയുള്ള എൻ്റെ വിശപ്പ് പാതി അണഞ്ഞു. എന്നിരുന്നാലും എനിക്ക് മസ്ജിദ് കണ്ടേ സാധിക്കൂ. അതിന് ഞാൻ നേരെ നീങ്ങുകയാണ്. കുറേ ആളുകളോട് ചോദിച്ചു മസ്ജിദ് എവിടെയെന്ന്. ആർക്കും അങ്ങനെ അതിനെക്കുറിച്ച് അറിവില്ല, ഇതിലെ പോകണമെന്നും അറിയില്ല. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് തൊട്ടടുത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരാളോട് കാര്യങ്ങൾ തിരക്കി, എങ്ങനെ പോവാം, എവിടെ പോവാം, ഏത് രീതിയിൽ അവിടേക്ക് എത്താം എന്നൊക്കെ. അദ്ദേഹം മറ്റു പല കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. എന്താണെങ്കിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന ശേഷം അവരോട് ചോദിക്കാം. ഇവിടെ നിന്നും ഷെയർ ഓട്ടോ ലഭ്യമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും. ഉത്തരേന്ത്യയിൽ കണ്ട ഒരു പ്രത്യേകതയാണിത്. നമ്മൾ ഏത് സ്റ്റാൻഡുകളിൽ ഇറങ്ങിയാലും അവിടെ നിന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം ഇതുപോലെ ഷെയർ ഓട്ടോകൾ ലഭിക്കും. അങ്ങനെ കുറേ തപ്പി നടന്നു. അവസാനം ഞാൻ ആളെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ എത്തിക്കാം. 50 രൂപ വണ്ടിക്കൂലി പറഞ്ഞുറപ്പിച്ചു. റാം ശങ്കർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു സിഗരറ്റൊക്കെ പുകച്ചുകൊണ്ടാണ് ഇദ്ദേഹം വാഹനം ഓടിക്കുന്നത്. എന്നോട് കുറേ കുശലാന്വേഷണം നടത്തി. എന്തിനാണ് അവിടെ പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെയുള്ള ഓട്ടോറിക്ഷകളുടെ സൈഡുകളിലെല്ലാം ഇതുപോലുള്ള ബാരിക്കേഡുകൾ കാണാം. തിരക്കിൽപ്പെട്ട് സൈഡിൽ മൽഗാടൊന്നും പറഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചത്, സൈഡിലൊന്നും കർട്ടനുകളാണ്. നമ്മുടെ ഇവിടെ പോലെ പടുതകളല്ല. കാരണം ഇവിടെ കൂടുതൽ സമയം തണുപ്പാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാഴ്ചയും നമുക്ക് അന്യമല്ല. നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെ തന്നെ കൊച്ചുകുട്ടികളെ വിട്ട് ഭിക്ഷാടനം ഇവിടെയുമുണ്ട്. അത് പ്രത്യേകിച്ചും ട്രാഫിക് കുരുക്കുകളിൽ നമ്മൾ വാഹനങ്ങൾ നിർത്തുമ്പോഴാണ് ഇത് നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് നിന്ന് ആരോ വാഹനത്തിൽ വീണ്ടും കയറി. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തം അവരോടായി. ഈ ഭാഷ അറിയത്തില്ലാത്ത എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ യാത്ര തുടരുകയാണ്. ഞാൻ സൈഡുകളിലെ ഓരോ കാഴ്ചകളും കണ്ടാണ് പോകുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ റോഡുകളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 3 ദിവസമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ വഴികളെല്ലാം എനിക്ക് നന്നേ പരിചിതമായി തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റോപ്പിൽ അദ്ദേഹം എന്നെ ഇറക്കി വിട്ടു. ഇനി അങ്ങോട്ട് ഓട്ടോറിക്ഷ പോകില്ല, നടന്നു പോകണം. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഞാൻ നടത്തം ആരംഭിച്ചു. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും നടന്നല്ലേ പറ്റത്തുള്ളൂ. ഞാൻ നടന്നു നീങ്ങി. ആദ്യമൊക്കെ ഞാൻ ധരിച്ചു ഓട്ടോറിക്ഷക്കാരൻ എന്നെ പറ്റിച്ചല്ലോ എന്ന്. അല്ല, അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. റോഡുകൾ ഇടുങ്ങിത്തുടങ്ങി. എന്നാലും ഭക്ഷണശാലകൾക്കും കടകൾക്കും ഒന്നും യാതൊരു കോട്ടവുമില്ല. എല്ലാം അതുപോലെ സജീവമായി ഈ ഗള്ളികൾക്കുള്ളിലുമുണ്ട്. മഴയായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങാനും തെന്നി വീണാൽ തീർന്നു. ചെറിയ രീതിയിലുള്ള പേടിപ്പെടുത്തലുകളാണ് ഇവിടെയൊക്കെ നമുക്ക് അനുഭവമാകുന്നത്. കാരണം നമുക്കറിയാവുന്ന ആരെയും ഒരു ഭക്തരെയും ഇവിടെ കാണുന്നില്ല. ഇവിടെയുള്ള തദ്ദേശവാസികൾ മാത്രമാണ് ഇവിടെ. വളരെ ഇടുങ്ങിയ വഴികളും ഉള്ളിലൂടെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഓരോ കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഇനി എപ്പം ആ പള്ളി എത്തും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നോർത്താണ് ഞാനീ നടക്കുന്നത് മൊത്തവും. ഈ ക്യാമറയും പിടിച്ച് നമ്മളിതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പശുക്കളടക്കം കാണുന്ന ആൾക്കാർക്ക് വളരെ കൗതുകമാണ്. ചിലർ നമ്മെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഭയങ്കര തിരക്ക്. ഈ ചെറിയ ഇടവഴികളിൽ പൂജാകർമ്മങ്ങളുമായിട്ട് കുറേ ആളുകൾ. എന്താന്ന് നോക്കണം. പുരുഷനും സ്ത്രീയും എല്ലാം ഉണ്ട്. ഭയങ്കര തിരക്കാണ്. ഇവരുടെ കൈകളിലിരിക്കുന്ന താലം കണ്ടപ്പോൾ മനസ്സിലായി ഏതോ അമ്പലം അടുത്തുണ്ട്. അതിലേക്കുള്ള ക്യൂ ആണ്. ഈ ക്യൂവിൽ ഞാൻ നിന്നാൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ സൈഡിലൂടെ ഞാൻ ഒരുവിധം അറിയാവുന്ന ഭാഷയൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്ന് നേരെ കയറി മുന്നോട്ട് പോയി. ഇവരുടെ ധാരണ ഇനി ക്യൂവിൻ്റെ മുന്നിൽ എത്തിപ്പെടാനാണോ എന്നാണ്. പക്ഷേ അതല്ല, എൻ്റെ ലക്ഷ്യം ആ പള്ളിയാണ്. ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഇവർക്കും അതിനെക്കുറിച്ചൊന്നും അറിവില്ല.
ഇനി ഈ വഴിയിലൂടെ പോയിട്ട് കാര്യമില്ല. ഞാൻ വഴിയൊന്ന് മാറ്റിപ്പിടിച്ചു. ഗൂഗിൾ മാപ്പിനെ തൽക്കാലം വിട്ടു. കാരണം ചില സമയങ്ങളിൽ ഗൂഗിൾ മാപ്പിലെ ആ ചേച്ചി നമുക്ക് പണി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ വഴി നോക്കി ഞാൻ നടന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഇടുങ്ങിയ വഴികളിലൂടെയാണ് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്നതോ ഒരു വീട്ടിൽ. അവിടെ മൊത്തം പശുക്കളും. നേരെ തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ ആ പള്ളിയുടെ മുന്നിലെത്തി. ഇതാണ് ആ പള്ളി. ഇനി പള്ളിയിലൊന്ന് കയറണം. പള്ളിയുടെ ചരിത്രങ്ങളെക്കുറിച്ച് ഒന്നറിയണം. അങ്ങനെ നേരെ പള്ളിയിലേക്ക് കയറുകയാണ്. ആരെയും കാണുന്നില്ല. വളരെ വിജനമായ ഒരു സ്ഥലം. ഗംഗ അടുത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. Photos, only photos. Not to take Videos. Yeah. അങ്ങനെ ഞാൻ പള്ളിയൊക്കെ കണ്ട് മടങ്ങി. നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ? കാര്യം പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു വീഡിയോസ് ഒന്നും ചിത്രീകരിക്കരുത് എന്ന്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അതിനുള്ളിലേക്ക് പ്രവേശനവും. പക്ഷെ എന്തുകൊണ്ടോ എന്നെ അദ്ദേഹം അതിനകത്ത് കയറി അതൊക്കെ കാണുവാൻ സഹായിച്ചു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, വീഡിയോസും എടുത്തിരുന്നു. പക്ഷേ ഒന്നും എൻ്റെ ക്യാമറയിൽ പതിഞ്ഞില്ല. ആ അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ മൊബൈലിൽ മാത്രം പകർത്തിയ ചില ചിത്രങ്ങൾ മാത്രം നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇതിന് നിങ്ങൾക്ക് അന്ധവിശ്വാസമെന്നോ വിശ്വാസമെന്നോ എൻ്റെ ക്യാമറയുടെയോ എൻ്റെ മൊബൈലിൻ്റെയോ കംപ്ലൈൻ്റ് എന്തോ എന്തും പറയാം. പക്ഷേ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ വരെയുള്ള പിക്ചറുകളും വിഷ്വൽസും എൻ്റെ കയ്യിലുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലുമുണ്ട്. അതിനിടയിലുള്ള ഒരു വിഷ്വൽസും എൻ്റെ ക്യാമറയിലും മൊബൈലിലുമില്ല. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് പകർത്തിയ ചില വിഷ്വൽസും മാത്രം എൻ്റെ മൊബൈൽ ഫോണിൽ കിടപ്പുണ്ട്. വേറെ ഒന്നുമില്ല. എന്തോ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നി. പിന്നീട് ഞാൻ അവിടെ നിന്നില്ല. ഞാൻ നേരെ വീണ്ടും ഗംഗാഘാട്ടുകളിലൂടെ നടന്നു നീങ്ങി. ചില കർമ്മങ്ങളും കാര്യങ്ങളും അവിടെ നടപ്പുണ്ട്. ഇപ്പോഴും ആ പള്ളിയുടെ ഓർമ്മകളാണ് എന്നിലേക്ക് വരുന്നത്. കാശി വിശ്വനാഥ് ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ആ പള്ളിക്കും. ഓരോ ഘാട്ടിലും നമുക്കിങ്ങനെ ശിവലിംഗങ്ങൾ കാണാം. എവിടെ നോക്കിയാലും ഗംഗയുടെ തീരത്തെല്ലാം ശിവലിംഗങ്ങളാണ്. അതിനെ പൂജിക്കുന്ന കുറേ ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു മനസ്സിന് സുഖം തോന്നുന്ന, കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഈ കാഴ്ച കണ്ടത്. അങ്ങനെ ഈ പ്രാവുകളോടൊക്കെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. അതിനുശേഷം വീണ്ടും മുന്നോട്ട് അടുത്ത കാഴ്ച തേടി നടക്കുമ്പോഴാണ് ഒരു വിദേശി. എൻ്റെ ക്യാമറ കണ്ടുകൊണ്ടാവാം, അവരുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട്, ഫോട്ടോ എടുത്ത് നൽകണം. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അവർക്ക് എടുത്ത് നൽകി. ഈ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്, മൊട്ടത്തലൈൻ ക്ലിക്സ്. അവിടെ കാണാം. ചില ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കാരണം ഞാനിപ്പോഴും യാത്രകളിലാണ്. കിട്ടുന്ന ഇടവേളകളിലാണ് ഇതുപോലെ ഡബ് ചെയ്ത് ഓരോ വിഷ്വൽസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഇതേ വിശ്വരൂപങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അതും ഒരു വിദേശിയോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പാല് കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വിശന്ന് നിന്ന ഞാൻ നേരെ കയറി ചെന്നത് ഒരു ഹോട്ടലിലേക്കാണ്. മസാല ദോശ ഓർഡർ ചെയ്തു. മസാല ദോശ വന്നു. കൊള്ളാം. നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, വൃത്തിയുള്ള മസാല ദോശയും. നമ്മുടെ നാട്ടിലെ അത്ര ക്വാണ്ടിറ്റി ഇല്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ആദ്യമായി ഉത്തരേന്ത്യയിൽ വന്ന എനിക്കൊരു മുരിങ്ങക്കോല് കിട്ടി. അത് കിട്ടിയ സന്തോഷത്തിൽ ബില്ല് വന്നു. 185 രൂപ. 35 രൂപയ്ക്കാണ് ഒരു ചായ. എന്ത് പറയാം. ഇതൊരു വണ്ടി നോക്കൂ. ആ വണ്ടി എന്താണെന്ന് ഓടിക്കുന്നവന് പോലും അറിയത്തില്ല. അത്തരത്തിലൊരു വണ്ടി. തേങ്ങ വിൽക്കുന്ന വേറൊരു ചേട്ടൻ 20 രൂപയാണ് ഒരു തേങ്ങ മുറിക്ക് ഇവിടെ വാങ്ങുന്നത്. തേങ്ങ മുറിയല്ല കേട്ടോ, ഒരു തേങ്ങ പീസിന്. അങ്ങനെ ഞാൻ അവസാനം ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് നേരെ ഇനിയുള്ള ഷൂട്ടിങ്ങുകളെല്ലാം നിർത്തി ഞാൻ എൻ്റെ റൂമിലേക്ക് നേരെ മടങ്ങി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.